നമ്മുടെ മമ്മൂക്ക രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു കിടിലൻ ഐറ്റം ഇറങ്ങാൻ പോകുന്നു. ഇന്നലെ മമ്മൂക്ക ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇന്ന് വരും എന്ന് പറഞ്ഞിരുന്നു. 2004 മമ്മൂക്ക രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള ബ്ലാക്ക് എന്ന സിനിമ, ആ സിനിമയിലെ കാരയ്ക്കാമൂരി ഷൺമുഖൻ എന്ന കൊട്ടേഷൻ പോലീസുകാരനെ ഒരിക്കലും ഒരു പ്രേക്ഷകരും മറക്കില്ല. കാരണം ഇന്നും കാരയ്ക്കാമൂരി ഷൺമുഖൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ബ്ലാക്ക് എന്ന സിനിമ ടി വിയിൽ വന്നാൽ അതിരുന്ന് കാണാൻ താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. കാരണം അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു മമ്മൂക്കാടത്. അതിനൊപ്പം തന്നെ കടപിടിച്ച് നിന്നിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ് പടവീടൻ എന്ന് പറയുന്ന നമ്മുടെ ലാൽ അഭിനയിച്ചിട്ടുള്ള വില്ലൻ ക്യാരക്ടർ. കാരയ്ക്കാമൂരി ഷൺമുഖത്തെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് പറയാനുണ്ടല്ലേ. കാരണം ഇതുപോലൊരു പോലീസുകാരനെ കേരളത്തിൽ ആരും കണ്ടു കാണത്തില്ല. കൊട്ടേഷൻ ടീമിൻ്റെ തലവനായിട്ടുള്ള ഒരു പോലീസുകാരൻ, അവസാനം ആ പോലീസുകാരൻ തന്നെ വേണ്ടി വന്നു വളർത്തി വലുതാക്കിയ വേരുകളെല്ലാം അറുത്തു മാറ്റാൻ. അത്ര ക്യാരക്ടറായിരുന്നു കാരയ്ക്കാമൂരി ഷൺമുഖൻ എന്ന് പറയുന്ന മമ്മൂക്ക ബ്ലാക്ക് എന്ന സിനിമയിൽ ചേർന്നുള്ള. 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രഞ്ജിത്തും മമ്മൂക്കായും അതേ ക്യാരക്ടറുമായിട്ട് വരുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെ അല്ലേ. 22 വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്ക ചെയ്തിട്ടുള്ള അതേ ക്യാരക്ടർ, ആ ഒരു ലുക്കും ആ ഒരു വേഷവും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മങ്ങാതെ മറയാതെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് വീണ്ടും മമ്മൂക്ക വരുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇന്നലെ മമ്മൂക്ക തന്നെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഇന്ന് 11 മണിക്ക് വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 11 മണിക്ക് കൃത്യം വന്നു. നമ്മൾ വീഡിയോ ചെയ്യാൻ ഇച്ചിരി വൈകി പോയി എന്ന് മാത്രം. ലോ ആൻഡ് ഓർഡർ എന്നാണ് സിനിമയുടെ പേരിട്ടിരിക്കുന്നത്, L&O. സത്യം സിനിമാസിൻ്റെ ബാനറിൽ മഹാസുബേറാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉദയകൃഷ്ണ, പ്രേമചന്ദ്രൻ, മഹാസുബേർ ഇവരാണ് ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. സത്യത്തിൽ ഈ ഉദയകൃഷ്ണ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് നെഞ്ചിനകത്തൊരു ഇടി വരും അല്ലേ. കാരണം പുള്ളിയുടെ അവസാനം ഇറങ്ങിയിട്ടുള്ള 2-3 സിനിമകൾ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ, രഞ്ജിത്തിൻ്റെ ഡയറക്ഷൻ, ഇതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. സത്യത്തിൽ ഒഫീഷ്യൽ ടൈറ്റിൽ പോസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പുറത്തു വിട്ടപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ വായിച്ചു. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ മലയാളികൾ എത്രത്തോളം അതമ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് ആ ഓരോ കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി മമ്മൂക്കയുടേതായിട്ട് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്ന സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ സാർ സംവിധാനം ചെയ്തിട്ടുള്ള പദയാത്ര എന്ന സിനിമയാണ്. മതിലുകൾ എന്ന സിനിമയാണ്. മതിലുകൾ എന്ന സിനിമയിലെ മമ്മൂക്ക ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ, കാരണം അതുപോലൊന്നും ഒരു സിനിമ ചെയ്യാൻ മലയാളത്തിൽ വേറൊരു ഡയറക്ടർ ഇല്ല എന്ന് തന്നെ വേണം. അത്രത്തോളം ലെജൻഡായിട്ടുള്ള ആ ഒരു ഡയറക്ടറോടൊപ്പം മമ്മൂക്ക വീണ്ടും ഒന്നിക്കുമ്പോൾ അതൊരു ചരിത്രം തന്നെ ആയിരിക്കും. മറ്റൊരു സിനിമ ധനുഷ് നായകനായിട്ടെത്തി മമ്മൂക്ക മെയിൻ വില്ലൻ റോളിലെത്തുന്ന ഹോം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂക്കാക്ക് ധനുഷ് ആദരവ് നൽകുന്ന ഒരു പോസ്റ്റർ ധനുഷും മമ്മൂക്കൊക്കെ തന്നെ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ നിധി സഹദേവ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയുടെ മറ്റൊരു ചിത്രമാണ്. അതിനകത്ത് ആഷിറാണ് മറ്റൊരു പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത്. ഗ്യാങ്സ്റ്റർ സിനിമയാണ്. അതിനുശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന മട്ടാഞ്ചേരി മാഫിയ, അമൽ നീരദിൻ്റെ മറ്റൊരു ചിത്രം. 2026-27 മമ്മൂക്കാടേതായിട്ട് വലിയ സിനിമകൾ തന്നെയാണ് ഇനി തിയേറ്ററിലേക്ക് എത്താനായിട്ടുള്ളത്. മമ്മൂക്ക കൂട്ടുകെട്ടിൽ വീണ്ടും കാരയ്ക്കാമൂരി ഷൺമുഖൻ എന്ന് പറയുന്ന ആ ഒരു കൊട്ടേഷൻ പോലീസുകാരൻ്റെ വേഷം കാണാനായിട്ടുള്ള ഒരു കട്ട ആകാംക്ഷയിലും ആ സിനിമയുടെ അപ്ഡേഷൻ ചെയ്യാൻ കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.